അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയതോടുകൂടി LDF അങ്കലാപ്പിലായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം കടുത്ത നിലപാടുകളിലേക്ക് പോവുകയാണ്. സ്വർണം അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അന്വേഷണം വേണമെന്ന് ഭക്തരുടെ ഭാഗത്ത് നിന്നുള്ള വല്ലാത്ത പ്രതിഷേധമുണ്ടായിട്ട് പോലും അതിനെയൊന്നും വകവയ്ക്കാതെ നിന്നപ്പോൾ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സ്വമേധയാ ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ശബരിമല ശ്രീകോവിലിന്റെ കട്ടളയുടെ സ്വർണം വരെ അടിച്ചു മാറ്റിയെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ വരെ നമ്മൾ കേട്ടതല്ല, അതിനപ്പുറവും അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ലക്ഷ്യമിട്ടത് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ ലക്ഷ്യമിട്ടത് തന്നെ 2 കിലോ സ്വർണം അടിച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെയും തെക്ക് വടക്ക് ഭാഗത്ത് സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിടുകളിലെയും ഒക്കെ കൂടെ ചേർത്ത് ഏകദേശം 2 കിലോ സ്വർണം അടിച്ചു മാറ്റുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യം. ഇത് വിജിലൻസ് റിപ്പോർട്ടാണ് ഈ പറയുന്നത്. അങ്ങനെ ഇതിനായിട്ട് ചെമ്പിൽ സ്വർണം പൂശി പുതുക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ചിട്ടാണ് ഈ പാളികൾ അവിടെ നിന്ന് വിളക്കിയെടുത്തത്. എന്നിട്ട് ആ സമയത്തെ ഭാരമാണ് നമ്മൾ അന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, 42.80 കിലോഗ്രാം എന്ന് പറയപ്പെടുന്നതും ഇത് തിരിച്ചെത്തിയപ്പോൾ 38.25 കിലോഗ്രാമായി കുറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനെയൊക്കെയാണ് ഒരു വലിയ അന്വേഷണം, കാരണം ഇത് ക്രിമിനൽ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഈ ക്രിമിനൽ കുറ്റകൃത്യം നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നിഗൂഢ ശക്തികളെ ഇതിന്റെ പിന്നിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട ദ്വാരപാലക ശില്പങ്ങൾ മാത്രം ഒതുങ്ങുന്നില്ല എന്ന് കണ്ടെത്തിയ ഹൈക്കോടതിയാണ് ഇപ്പോൾ ശ്രീകോവിലിന്റെ കട്ടളയിൽ പറഞ്ഞ സ്വർണം കൈകാര്യം ചെയ്തതിലും ക്രമക്കേടുണ്ടായി എന്നും അതുകൊണ്ട് തന്നെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് ഇത് എന്നും അഭിപ്രായപ്പെട്ട കോടതിയാണ് 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്ന് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ശബരിമലയിലെ ഈ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്വർണ്ണപ്പാളി മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ആ സ്പോൺസർ മുങ്ങിയിരിക്കുകയാണ്. അയാളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും ലഭിക്കുന്നില്ല. മുങ്ങുന്നതിനൊക്കെ സഹായിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പോലീസിന്റെയൊക്കെ നിരീക്ഷണം ഉണ്ടായിട്ട് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് നിന്നും കടന്നത് എന്ന് പറയപ്പെടുന്നത് സത്യത്തിൽ ലജ്ജാവഹമാണ്. നമ്മളിപ്പോൾ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഉണ്ണികൃഷ്ണൻ തലസ്ഥാനത്ത് തിരുവനന്തപുരത്തെ വീട്ടിലില്ലെന്നാണ് രഹസ്യാന്വേഷണം സംഘത്തിന്റെ റിപ്പോർട്ട് എന്ന് പറയപ്പെടുന്നത്. സത്യത്തിൽ ശബരിമല ശ്രീകോവിലിന്റെ കട്ടളയുടെ സ്വർണം വരെ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ശ്രീകോവിൽ അടക്കം കട്ടുമുടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ശബരിമലയെ അക്ഷരാർത്ഥത്തിൽ കട്ടുമുടിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾ കൂടി കൊടുത്തിരുന്നുവെങ്കിൽ ഈ 2025 ഇപ്പോൾ വീണ്ടും സ്വർണം പൂശാൻ എടുത്തല്ലോ, ഇതിനുകൂടി വീണ്ടും കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇല്ലാത്ത രേഖകളില്ലാത്ത കാര്യങ്ങളുമായിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ശ്രീകോവിലടക്കം അയ്യപ്പനടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെയുള്ള കൂട്ടാളികളും അടിച്ചു മാറ്റിയത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ക്രിമിനൽ കുറ്റകൃത്യം ചെയ്തിട്ട് പോലും അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുവാൻ ഈ സർക്കാരിനോ പോലീസിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ലജ്ജാകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരിട്ട് ഹൈക്കോടതി കേസെടുത്തിരിക്കുന്നു. 6 ആഴ്ചയ്ക്കുള്ള അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത് ആരാണ്? ഇങ്ങനെയുള്ള ഒരു ബിരുദൻ ഇവിടെ ഉള്ളപ്പോൾ ആ ബിരുദനെ പിടികൂടാതെ തിരുവനന്തപുരത്ത് നിന്ന് കടക്കാൻ പോലും സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ചില്ലറക്കാരല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനം വന്നപ്പോൾ തന്നെ അപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തലസ്ഥാനം വിട്ടിരുന്നു എന്നുള്ളതാണ് സൂചനയായിട്ടുള്ളത്. ഇതൊക്കെ സത്യത്തിൽ പോലീസിന്റെ പിടിപ്പുകേടാണ്, പിഴവാണ്, അല്ലെങ്കിൽ അനാസ്ഥയാണ്. ഇപ്പോൾ നമുക്കറിയാൻ കഴിയും, ഒന്നുകിൽ പാലക്കാട്ടെ ബന്ധുവീട്ടിലേക്ക് പോയിരിക്കാം, അല്ലെങ്കിൽ ബംഗളൂരിലേക്കോ അവിടുത്തെ ഒരു വീടുണ്ട് അവിടെ ആ വീട്ടിലേക്കോ പോയിരിക്കാം എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പോലീസിന് ഇതിനൊന്നും ഒരു യഥാർത്ഥ കണക്കുകളും വസ്തുതകളും ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ സംവിധാനം എന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ ശബരിമലയിൽ സ്വർണം കടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ദൗത്യം എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ ആദ്യം കണ്ടെത്തേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ? എവിടുന്ന് തന്നു, ആര് തന്നിട്ടാണ് നിങ്ങൾ കൊണ്ടുപോയത്? അപ്പോൾ അന്ന് തന്നപ്പോൾ അത് സ്വർണ്ണപ്പാളിയായിരുന്നോ ചെമ്പുപാളിയായിരുന്നോ? ഇതെല്ലാം കണ്ടെത്താൻ കഴിയുന്ന ഏക വ്യക്തി എന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അന്വേഷണം നടത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ മൊഴിയെടുപ്പൊക്കെ നമ്മൾ കണ്ടു, 2-3 വട്ടമുള്ള മൊഴിയെടുപ്പൊക്കെ കണ്ടു. ഇതൊക്കെ ഒരു പ്രഹസനമാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിട്ട് പോലും ഇതിനകത്ത് പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുമ്പോൾ ആദ്യം കണ്ടെത്തേണ്ടത് ഇവിടെ കൺമുന്നിലുള്ള ഇതിന്റെ യഥാർത്ഥ സ്കൾപ്റ്റർ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കൂട്ടാളി എന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അയാൾ കൈയൊഴിഞ്ഞ് പോലീസിന്റെ കയ്യിൽ നിന്നും വഴുതി പോവുകയും ചെയ്തു. അതിനുള്ള വഴി ഒരുക്കി കൊടുത്തതും ഇതേ പോലീസുകാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അപ്പോൾ ഇതിപ്പോ ഹൈക്കോടതി ഇടപെട്ട കേസായതിൽ തന്നെ
ഇതിന്റെ FIR ഇടുമ്പോൾ ആ FIR-ൽ പേര് ചേർത്ത് കഴിഞ്ഞാൽ അവസാനം ജാമ്യം കിട്ടാൻ വരെ സാധ്യത കുറവാണ് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന കഥാപാത്രം ഇവിടുന്ന് മുങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ വിരുദ്ധനെ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റിയില്ല? ഈ വിരുദ്ധനെ പിടിക്കാൻ പോലീസിന് കഴിയുമായിരുന്നു. പക്ഷെ പോലീസിന്റെ കൺമുമ്പിൽ മൂക്കിന് താഴെ ഉണ്ടായിരുന്നിട്ട് പോലും, തലസ്ഥാനത്തുണ്ടായിട്ട് പോലും അയാളെ പിടിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതിനുള്ള വഴിയൊരുക്കി കൊടുത്തത് ആരാണ്? അതും ഈ പോലീസുകാരിൽ തന്നെയുള്ള ഉന്നതരാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ പലയിടത്തും അപൂർണമായിട്ട് തുടരുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലെ ചിലരുടെ പങ്ക് മാത്രമാണ് ഇതിനകത്ത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അപ്പോൾ വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ B. സുനിൽകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിന് ഇത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അന്വേഷണം ഏത് വഴിക്ക് പോകും, എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും നമ്മളിപ്പോൾ വലുതായിട്ട് തലപുകയേണ്ട ആവശ്യമില്ല. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലെങ്കിൽ വിജിലൻസിന്റെ പ്രത്യേക ടീം എന്നൊക്കെ പറയുന്നത് ആ ടീമിനെ നയിക്കുന്നതും ടീമിന്റെ ക്യാപ്റ്റനും എന്നൊക്കെ പറയുന്ന ആരാ? അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാ? അത് നമ്മുടെ സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ സഖാവ് പിണറായി വിജയൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്ന് സർക്കാരിലും പാർട്ടിയിലും അറിയാമെങ്കിൽ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ വിലസി നടക്കാൻ എന്തെങ്കിലും കുറവുണ്ടോ? അവർക്ക് എങ്ങനെ വേണോ കഴിയാമല്ലോ. അവർക്ക് സഹായം എത്തിക്കുന്നവർ ആരാണെന്ന് മാത്രം കണ്ടെത്താൻ കഴിയാതെ പോകുന്ന പോലീസാണോ ഇത്? എന്നാണ് അതാണ് പറഞ്ഞത്. ആദ്യമേ ഇതിന് പിന്നിൽ ശബരിമലയുടെ ശ്രീകോവിലിനുള്ളിൽ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ വിവാദത്തിൽ സ്വർണം അടിച്ചു മാറ്റിയിട്ടുള്ളവർ ആരാണോ അവരെ കണ്ടെത്തുക എന്നതാണ് വേണ്ടത്. അവരെ കണ്ടെത്താനായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ട് പോലും ഇതിന്റെ യഥാർത്ഥ ആളെ, ഇത് കൊണ്ടുപോയ ആളെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. കൊണ്ടുപോയ ആളെ കണ്ടുപിടിച്ചാൽ നമുക്കറിയാൻ പറ്റുമല്ലോ എവിടെ നിന്ന് വന്നു, ആര് തന്നു, എങ്ങനെയാണ് ഇത് കയ്യിലെത്തിയത്, കയ്യിലെത്തുമ്പോൾ അത് സ്വർണ്ണമായിരുന്നോ ചെമ്പായിരുന്നോ എന്നൊക്കെ പറയേണ്ട ബാധ്യത ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ബിരുദനുണ്ടല്ലോ. അത് ചെയ്തില്ല. അത് പകരം അയാളെ സഹായിക്കുകയാണ് ചെയ്തതെന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ ഇനിയിപ്പോ ഈ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം മാറ്റി എന്നുള്ളതാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് CEO പറയുന്നത്. കാരണം ഇതിനകത്ത് വരുമ്പോൾ ചെമ്പ് പാളികളായിരുന്നു, അല്ലെങ്കിൽ ഇതിനെ മാറ്റിയതിനു ശേഷമാണ് കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണക്കട്ടയായി ഇതിനെ തിരികെ കൈമാറി എന്നുള്ളത് കൂടി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ തൊണ്ടി മുതലായിട്ടുള്ള സ്വർണം ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രധാന ജോലി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ തൊണ്ടി മുതൽ കണ്ടെത്തണമെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടെത്തണം. അയാളിപ്പോൾ ഒളിവിൽ പോയതാണ് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത്. പാളികൾ മുറിച്ച് സമ്പന്നരായ ഭക്തർക്ക് വിറ്റതാണ് എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അങ്ങനെയെങ്കിൽ ഇത് ആർക്കൊക്കെ ലഭിച്ചു എന്നുള്ളത് പറയുവാനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വേണ്ടേ? അപ്പൊ ഇതൊക്കെ കണ്ടെത്തണമെങ്കിൽ അയാൾ വേണം. പക്ഷെ അയാളെ ഇപ്പൊ തന്നെ മുക്കിക്കളഞ്ഞു. പാളി വാങ്ങിയ പ്രമുഖരെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയതാണ് സ്വർണ്ണമുരുക്കിയ കഥ എന്നാണ് അറിയാൻ കഴിയും. സ്വർണ്ണമുരുക്കി കട്ടകളായി കൊടുത്തു എന്ന് പറയപ്പെടുന്ന കഥ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാനാണ് സാധ്യത. അപ്പൊ സ്വർണം പൂശുന്നതിന് ഈ ബിരുദൻ നൽകിയത് എത്രയാണെന്ന് അറിയാമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ആകെ 3 ഗ്രാം. ആകെ 3 ഗ്രാം സ്വർണം നൽകിയിട്ടാണ് ഈ പറയുന്ന 474.9 ഗ്രാം സ്വർണം അടിച്ചു മാറ്റി. ഇത് മാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 2 കിലോ സ്വർണം കൂടി അടിച്ചു മാറ്റുവാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളത് വലിയ പദ്ധതിയിലാണ് ഇവർ നിന്നത്. ഇപ്പൊ തന്നെ ഈ 2019 സ്വർണം പൂശാൻ വാങ്ങിക്കൊണ്ട് പോയിട്ടാണ് ഇത്രയും തിരികെ കിട്ടിയത്. 4 കിലോ 5 കിലോ അടക്കം നഷ്ടപ്പെട്ടു പോയത്. ഇനി അടുത്ത് വീണ്ടും 2025 ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും സ്വർണം പൂശാൻ നവീകരിക്കുവാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും വന്നപ്പോഴാണ് പക്ഷേ ഹൈക്കോടതിയുടെ പ്രത്യേക പ്രതിനിധിയുടെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അദ്ദേഹം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ്, അതുകൊണ്ട് ആ ജയകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇതിനകത്ത് ഈ കള്ളത്തരങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ അറിയാതെയാണ് ഇതൊക്കെ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കോടതിയിൽ അറിയിക്കുകയും ചെയ്തു, കോടതി റിപ്പോർട്ടിൽ പറയുകയും ചെയ്തു. അങ്ങനെയാണ് 2025 വീണ്ടും ഇത് സ്വർണ്ണപ്പാളികൾ ഇളക്കുവാനും അല്ലെങ്കിൽ അയ്യപ്പന്റെ മേൽക്കൂര വരെ ഇവരെല്ലാവരും കൂടെ ഇളക്കി വിറ്റേനെ. ഇതാണ് ഇടതുമുന്നണി ഭരണത്തിലെ നേട്ടമെന്ന് പറയപ്പെടുന്നത്. ഈ ഇടതുമുന്നണി സർക്കാരിനെ ഇത്രത്തോളം കുഴയ്ക്കുന്ന പ്രശ്നങ്ങളും ഇത് തന്നെയാണ്. സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു ശബരിമല, അത് ഇടതുമുന്നണി ഭരണത്തിൽ. ഇത് വല്ലാതെ വേവലാതി ഉളവാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സ്വർണം പൂശുന്നതിന് 3 ഗ്രാം സ്വർണം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നൽകിയത് എന്നും ബാക്കി വന്ന 474.9 ഗ്രാം സ്വർണം കൈപ്പറ്റി, ആര് കൈപ്പറ്റി? ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കൈപ്പറ്റിയെങ്കിലും നാളിതുവരെ ദേവസ്വം ബോർഡിന് തിരികെ നൽകിയിട്ടില്ല എന്നാണ് ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കിട്ടുന്ന സ്വർണം മുഴുവൻ അടിച്ചു മാറ്റുന്ന തരത്തിലേക്ക് പോകുന്നു. അതായത് ശ്രീകോവിലിന്റെ വാതിലിന്റെ വശങ്ങളിലേത് ഉൾപ്പെടെ 7 പാളികളാണ് പോറ്റി 2019, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത്.
എന്നിട്ട് സ്വർണം പൊതിഞ്ഞിരുന്ന ഈ പാളികളിൽ നിന്ന് അത് വേർതിരിക്കുവാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലെന്ന് സ്ഥാപനം ചൂണ്ടിക്കാട്ടിയെങ്കിലും പോറ്റി നിർബന്ധം പിടിച്ചതോടുകൂടിയാണ് അവർ ആ തീരുമാനം മാറ്റിയതും തുടർന്ന് രാസലായനി ഉപയോഗിച്ച് സ്വർണം ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പാളികളിൽ സ്വർണം പൂശാനായി അവിടെ ഗോവർദ്ധൻ എന്ന സ്പോൺസർ ജൂൺ 10 അവിടെ 186.587 ഗ്രാം സ്വർണം നൽകിയെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതിൽ 184 ഗ്രാം സ്വർണം ഉപയോഗിച്ചു ഈ പാളികൾ പൂശി അത് മടക്കി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അപ്പൊ ബാക്കി സ്വർണം ഗോവർദ്ധന് തിരികെ നൽകുകയും ചെയ്തു. അതായത് വാതിലിന്റെ വശങ്ങളിലെ ഈ വാതിലിന്റെ വശങ്ങളിലുള്ള പാളികളിൽ നിന്നും വേർതിരിച്ചെടുത്തതിൽ ഒരു തരി സ്വർണം പോലും വീണ്ടും സ്വർണം പൂശാനായി ഉപയോഗിച്ചില്ല എന്ന് അർത്ഥമാക്കാം. അപ്പോൾ 2019 ഓഗസ്റ്റിലാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പതിഞ്ഞ 14 പാളികളുമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും സ്മാർട്ട് ക്രിയേഷനിൽ എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണയും വൈദഗ്ധ്യക്കുറവ് ചൂണ്ടിക്കാട്ടി സ്ഥാപനം ഇതുമായിട്ടുള്ള സംഭവം നടക്കില്ല, ഇത് ഊരിയെടുക്കാൻ കഴിയില്ല എന്ന് വിസമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ദ്വാരപാലക പാളികളുള്ള സ്വർണം ഉപയോഗിച്ച് സ്വർണം പൂശാൻ പോറ്റി വീണ്ടും ആവശ്യപ്പെട്ടത് കൊണ്ടും ആ കട്ടിളപ്പാളികൾ 409 ഗ്രാം സ്വർണമാണ് അതിൽ നിന്ന് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വേർതിരിച്ചെടുക്കപ്പെടുന്നത്. അപ്പോൾ ഈ ദ്വാരപാലകളിൽ നിന്ന് 393.9 ഗ്രാമും അത് മറ്റ് സാമഗ്രികളിൽ നിന്ന് 9.9 ഗ്രാമും വേർതിരിച്ചെടുത്തു. ഇതിനൊപ്പം പോറ്റി നൽകിയ 3 ഗ്രാമും കൂടി ചേരുമ്പോൾ മൊത്തം 989 ഗ്രാമാണ് സ്ഥാപനത്തിന്റെ കൈവശം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്തിയത്. അപ്പോൾ ഇതിൽ 404.8 ഗ്രാം സ്വർണം വീണ്ടും പൂശാനായി ഉപയോഗിക്കുന്നു. 109.243% അല്ലെങ്കിൽ 109.243 ഗ്രാം പ്രതിഫലമായിട്ട് ഇതിനകത്ത് സ്ഥാപനം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി 474.9 ഗ്രാം, ആ 9 ഗ്രാമാണ് പോറ്റിയുടെ പ്രതിനിധിയായിട്ട് അവിടെ എത്തിയ കൽപേഷ് എന്ന് പറയപ്പെടുന്ന ആൾക്ക് കൈമാറിയതെന്നാണ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നതാണ്. അപ്പോൾ ഇത് തിരികെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറിയതായി രേഖകളിലില്ല എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് താനും. അപ്പോൾ ഈ വസ്തുതകളെല്ലാം പരിഗണിച്ചാണ് സംഭവിച്ചത് ഗുരുതര കുറ്റത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത്രത്തോളം കട്ടുമുടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു സംവിധാനത്തിനെ ഉപയോഗിച്ചിരിക്കുന്നു. ശബരിമലയെ ഉപയോഗിച്ചിരിക്കുന്നു, ശബരിമലയിലെ പൂജാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരെ ഉപയോഗിച്ചിരിക്കുന്നു. പൂജാരിമാരാവട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആകട്ടെ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാകട്ടെ, ദേവസ്വം മന്ത്രിയാകട്ടെ എന്ന് വേണ്ട 2019 അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഇതിന് സമാധാനം പറഞ്ഞേ കഴിയൂ. ഇനി യോഗദണ്ഡും രുദ്രാക്ഷവും അടക്കമുള്ള കാര്യങ്ങളിലെ വലിയ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കേണ്ട ചില ക്രമക്കേടുകൾ കൂടി ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും വലിയ അന്വേഷണത്തിലേക്ക് പോയാൽ അവിടെ ലഭിച്ചിട്ടുള്ള സ്വർണമടക്കം വെള്ളിയടക്കം എന്തൊക്കെ അവിടെ നിന്ന് കട്ടുമുടിച്ചു എന്നുള്ളത് ഇനി നമ്മൾ ആ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയൂ.